ജമദഗ്നി മഹർഷിക്ക് രേണുക എന്ന പത്നിയിൽ രാമൻ ജനിച്ചു. മഹാവിഷ്ണുവിന്റെ അവതാരമായിരുന്നു രാമൻ. നർമ്മദാ നദീതീരത്തെ ആശ്രമത്തിൽ വളർന്നു വന്ന രാമന് ധനുർവിദ്യയിൽ മറ്റു ബാലന്മാരെക്കാൾ താല്പര്യമുണ്ടായിരുന്നു. ശാസ്ത്രവിദ്യകളും ശസ്ത്രവിദ്യകളും ബാലപാഠങ്ങളും അഭ്യസിച്ച് കഴിഞ്ഞ ശേഷം രാമൻ ഒരു നാൾ തൻ്റെ പിതാവിനോട് ആഗ്രഹം പ്രകടിപ്പിച്ചു. അച്ഛാ, ധനുർശാസ്ത്രത്തിൽ അഗ്രഗണ്യനായി തീരുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. യോഗ്യനായ ഒരു ഗുരുവിനെ നിർദ്ദേശിച്ചാലും. ജമദഗ്നി അല്പനേരം ആലോചനയിൽ മുഴുകി. അതിനുശേഷം പുത്രവാത്സല്യം തുടിക്കുന്ന ശബ്ദത്തിൽ മഹർഷി ഉപദേശിച്ചു. പുത്ര, സന്യാസി വര്യർ ധനുർശാസ്ത്രം പഠിക്കുന്നതിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത് തന്നെ അപൂർവമാണ്. ക്ഷാത്ര തേജസ് നിന്നിൽ വർത്തിക്കുന്നതാണ് നിനക്ക് ഇപ്രകാരം ഒരു തോന്നലുണ്ടാകുവാൻ കാരണം. മകനെ, ധനുർവിദ്യയിൽ ഇന്ന് പരാങ്കതൻ സാക്ഷാൽ കൈലാസനാഥനാണ്. നീ അദ്ദേഹത്തെ തപസ് ചെയ്ത് പ്രസന്നനാക്കി വിദ്യകൾ നേടുക. പിതാവിന്റെ ഉപദേശം ശിരസ വഹിച്ചുകൊണ്ട് രാമൻ തപസ്സിൽ മുഴുകി. നിശ്ചയദാർഢ്യത്തോടു കൂടി ആ തപസ് ഏറെ നാൾ നീണ്ടുനിന്നു. രാമന്റെ തപസ് ഭഗവാനെ സന്തുഷ്ടനാക്കി തീർത്തു. ഭഗവാൻ തന്റെ പ്രിയപത്നി ഉമയോട് അഭിമാനപൂരിതമായ വാക്കുകളാൽ മൊഴിഞ്ഞു. പ്രിയേ, രാമന്റെ നിശ്ചയദാർഢ്യം ആരാലും മാറ്റാവുന്നതല്ല. സന്യാസി കുലത്തിൽ ജനിച്ച ഞാൻ ക്ഷാത്ര തേജസ്സിന്റെ സമ്പന്നനാണ്. എന്റെ അനുഗ്രഹത്തിനായി തപമനുഷ്ഠിക്കുന്ന അവന്റെ ഭക്തി അതിരുകളില്ലാത്തതാണ്. ദേവ, അവിടുത്തെ വാക്കുകൾ രാമനോടുള്ള നിസ്സീമ വാത്സല്യം വെളിപ്പെടുത്തുന്നു. എന്നിട്ടും അങ്ങ് എന്തുകൊണ്ട് രാമന് പ്രത്യക്ഷനാകുന്നില്ല? ദേവി സംശയത്തോടെ അന്വേഷിച്ചു. ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പാർവതി, ഓരോ കാര്യത്തിനും നിശ്ചിത സമയമുണ്ടെന്ന വസ്തുത നീ മറന്നുപോയിരിക്കുന്നു. രാമന് പ്രത്യക്ഷനാകുന്നതിനുള്ള കാലം സമാഗതമാകുന്നതേയുള്ളൂ. കാലം കടന്നുപോയി. ഇക്കാലമായപ്പോഴേക്കും അസുരന്മാർ ശക്തിയാർജിച്ച് ദേവലോകം ആക്രമിച്ചു തുടങ്ങി. ദേവലോകവാസികൾ പരിഭ്രമിച്ച് പരമേശ്വരനെ അഭയം തേടി. ദേവകൾ നിങ്ങളുടെ ദുഃഖത്തിന് വിരാമം വന്നു എന്ന് തന്നെ നനയ്ക്കുക. പരമേശ്വരൻ ദേവകളെ സ്വാന്തനിപ്പിച്ചയച്ചു. അതിനുശേഷം പരമശിവൻ പാർവതി സമേതം രാമന് പ്രത്യക്ഷനായി. തൻ്റെ ചരണങ്ങളിൽ വീണ് നമസ്കരിക്കുന്ന രാമനോട് ദേവൻ കൽപ്പിച്ചു, രാമ, നിന്റെ തപസ് നിസ്സീമമാണ്. എന്നാൽ നിന്നെ ദേവകാര്യത്തിന് നിയുക്തനാക്കുവാൻ ഞാനിവിടെ വന്ന് ചേർന്നിരിക്കുന്നു. ചോദ്യഭാവത്താൽ മുഖമുയർത്തിയ രാമനോട് വാത്സല്യപൂർവ്വം വീക്ഷിക്കുന്ന ഗൗരിയെ സാക്ഷിയാക്കി പരമേശ്വരൻ കൽപ്പിച്ചു, രാമ, ദേവലോകം ഇന്ന് അസുരന്മാരുടെ ആക്രമണത്തിൽ ദുഃഖിക്കുകയാണ്. നീ അസുര നിഗ്രഹം നടത്തി ദേവന്മാരെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക. ഭഗവാനെ, അവിടുത്തെ ആജ്ഞ അനുസരിക്കുക എൻ്റെ കർത്തവ്യമാണ്. ഏതൊരു പ്രാണിക്കും അങ്ങയുടെ ഹിതത്തിനെതിരെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതല്ല. അല്പസമയത്തിനു ശേഷം രാമൻ തൻ്റെ നിസ്സംഗത വെളിപ്പെടുത്തി. പ്രഭു, ധനുർവിദ്യയിൽ ബാലനായ ഞാൻ എങ്ങനെയാണ് മായാവിദ്യകളിൽ പോലും അഗ്രഗണ്യനായ അസുരന്മാരെ നേരിടുക? രാമ, നീ ഖേദിക്കേണ്ടതില്ല. ഇന്നു മുതൽ നീ എൻ്റെ ശിഷ്യനാണ്. നിനക്ക് ഞാൻ സർവ്വവിദ്യാക്രമങ്ങളും ഉപദേശിച്ചു തരുന്നു. ഇപ്രകാരം അരുളി ചെയ്തുകൊണ്ട് പരമശിവൻ രാമനെ തൻ്റെ ശിഷ്യനായി സ്വീകരിച്ചു. ഭഗവാനെ പോലും അമ്പരിപ്പിക്കുന്ന വേഗതയിൽ രാമൻ ധനുർവിദ്യയിൽ പ്രാഗൽഭ്യം നേടി. അവസാനം യുദ്ധക്കളത്തിലേക്ക് പോകുവാൻ തയ്യാറായ രാമന് പരമേശ്വരൻ ദിവ്യാസ്ത്രങ്ങളും മഴവും സമ്മാനിച്ചു. ആ പരശു ലഭിച്ചതോടെ രാമൻ പരശുരാമനായി. ഗുരുവിന്റെ ആശീർവാദത്തോടെ യുദ്ധകളത്തിലെത്തിയ പരശുരാമൻ അസുരവംശത്തെ പരാജിതരാക്കി ദേവലോക അഭിമാനം നിലനിർത്തി. അടുത്തത് അഗസ്ത്യൻ ഭൂമിയുടെ ചെരിവ് പരിഹരിച്ച കഥയാണ്. തുടരും.